സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം എടുക്കാം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം, അതിൽ നമുക്ക് വായിക്കാം. 14-ാം വാക്യം അത് വായിക്കാം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനം കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾപ്പിക്കണം, വചനം കേൾക്കണം, വചനം അനേകർക്ക് പങ്കുവയ്ക്കണം, വചനം കേൾക്കണം, വചനപ്രകാരം ജീവിക്കണം. ഈ വചനം അനേകർക്ക് പങ്കുവയ്ക്കണം, അനേകർക്ക് കൊടുക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനം കേൾക്കണം, അപ്പോൾ വിശ്വാസം വരും. വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. വചനം ക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം, അപ്പോൾ വിശ്വാസം വരും. വിശ്വസിച്ചാൽ രക്ഷപ്പെടും. അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ദൈവത്തിന് സ്തോത്രം. അയക്കാൻ ആൾ വേണം. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? മാത്രമല്ല, അയക്കാൻ ആൾ വേണം. ശരി, അയച്ചു. പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിക്കാൻ തയ്യാറാകണം. പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? മാത്രം പോരാ, പ്രസംഗിച്ചാൽ പോരാ, മനുഷ്യർ കേൾക്കണം. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. കേട്ടാലോ അവർ വിശ്വസിക്കും. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. 14-ാം വാക്യം മുതൽ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ദൈവത്തിന് സ്തോത്രം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സ്തോത്രം. ദൈവത്തിന് വചനം കേൾക്കണം. ദൈവജനം എവിടെയെല്ലാം ഉണർന്നിട്ടുണ്ടോ, സംസ്കാരം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ, അവിടെയെല്ലാം വചനം കേട്ടിട്ടുണ്ട്. എവിടെയെല്ലാം ഉണർവുണ്ടായിട്ടുണ്ടോ അവിടെ വചനത്തിന് തീജ്വാല പകർന്നിട്ടുണ്ട്. ദേശങ്ങളിൽ ഉണർവ് പകർന്നിട്ടുള്ളതെല്ലാം വചനം അവിടെ ശക്തമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് കാരണം. ജീവൻ്റെ വചനം. മനുഷ്യരുടെ ജ്ഞാനം ആർക്കും വേണ്ട, മനുഷ്യർ പറയുന്ന പ്രസംഗം ആർക്കും കേൾക്കണ്ട, മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് പറയുന്ന വാക്കുകൾ ആർക്കും കേൾക്കണ്ട, പാണ്ഡിത്യ പ്രകർഷണം ആർക്കും കേൾക്കണ്ട. ധാരാളം പണ്ഡിതന്മാരുണ്ട്, എന്തെല്ലാം നല്ല നല്ല ഉന്നതമായ ആശയങ്ങൾ പറയുന്നവരുണ്ട്, നല്ലത്. പക്ഷേ അതൊന്നും മനുഷ്യഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നില്ല. മനുഷ്യഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നത് വചനം പറയുന്നയാളെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് ജനത്തിൻ്റെ മേൽ ആവസിക്കുമ്പോഴാണ്. വചനം പറയുന്നയാളും പൂജ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, സത്യം നിങ്ങൾ പറയട്ടെ, വചനം പറയുന്നയാളും പൂജ്യമാണ്. ഇപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും പൂജ്യമാണ്. ദൈവം തന്നാലേ ഉള്ളൂ, സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്നാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ കുറേ അറിവ് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടുകയില്ല. കുറേ ജ്ഞാനം പ്രസംഗിച്ചാൽ നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടുകയില്ല. ഹൃദയത്തെ തൊടണം. ആര് തൊടണം? മനുഷ്യനല്ല, ആ പരിശുദ്ധാത്മാവും തൊടണം. പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊടണം. പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നീറ്റലുകൾ മാറിപ്പോകും, ഉള്ളിലെ നിരാശകൾ മാറിപ്പോകും, ആത്മഹത്യാ പ്രവണതകൾ മാറിപ്പോകും, നിങ്ങളുടെ കോപ സ്വഭാവം മാറിപ്പോകും, നിങ്ങളുടെ ദുഷ്ടതയും നിങ്ങളുടെ ക്രൗര്യവും മാറിപ്പോകും. ക്രൂരത മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിലെ അലസതകൾ മാറിപ്പോകും, നിങ്ങളുടെ അവിവേകങ്ങൾ മാറിപ്പോകും. ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങളുടെ കഴിവുകേടുകൾ മാറി നല്ല കഴിവുള്ളവരായിത്തീരും, നല്ല ബുദ്ധി കൂർമ്മതയുള്ളവരായിത്തീരും, പഠിക്കാൻ നല്ല സാമർഥ്യമുള്ളവരായിത്തീരും, പരീക്ഷയിൽ ഉന്നതമായി മാർക്ക് മേടിക്കാൻ അത് കാരണമായി തീരും. നിങ്ങൾക്ക് എല്ലാ രംഗത്തും അഭിവൃദ്ധി ലഭിക്കും. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്, യഹോവയെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുക. ഈ ഇരിക്കുന്ന എന്നെ നിങ്ങൾ മാറ്റി നിർത്തുക. ഞാൻ കർത്താവിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ ക്രൂശിൻ്റെ പറയിലേക്ക് ഒളിഞ്ഞു നിൽക്കട്ടെ. ക്രിസ്തു വന്ന് നിങ്ങളോട് സംസാരിക്കട്ടെ. ആത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ആത്മാവ് നിങ്ങളെ തൊടട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കർത്താവ് ഒപ്പി മാറ്റട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിലെ പ്രശ്നങ്ങൾ കർത്താവ് മറുപടി തരട്ടെ, പരിഹാരം ഉണ്ടാക്കട്ടെ.
വിശ്വസിക്കുക നിങ്ങൾ. യേശു വന്നിട്ടുണ്ട്. എൻ്റെ കർത്താവ് ഇന്ന് എൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. അവൻ എന്നെ തന്നെ നോക്കുകയാണ്. അവൻ ഇന്ന് വന്ന് എനിക്ക് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടിയാണ് അവൻ വന്നത്. നിങ്ങൾ വിശ്വസിക്കുക. എനിക്ക് വേണ്ടിയാണ് യേശു വന്നത്. എൻ്റെ വേദന കണ്ടുകൊണ്ടാണ് യേശു വന്നത്. എൻ്റെ കുടുംബത്തെ അലോഹ്യം കണ്ടുകൊണ്ടാണ് യേശു വന്നത്. എൻ്റെ വീട്ടിലെ അലോഹ്യങ്ങളും ഇഷ്ടക്കേടുകളും മുഷ്ടിലും കണ്ടാണ് കർത്താവ് വന്നത്. എൻ്റെ കുടുംബത്തെ ഐശ്വര്യപ്പെടുത്താനാണ് കർത്താവ് വന്നത്. എൻ്റെ മക്കൾക്ക് അഭിവൃദ്ധി തരാനാണ് കർത്താവ് വന്നത്. എൻ്റെ മക്കളുടെ ദുസ്വഭാവം മാറ്റാനാണ് കർത്താവ് വന്നത്. വിശ്വസിക്കുക പ്രിയപ്പെട്ടവർ, യേശു വന്നിട്ടുണ്ട്. യേശു നിങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേൾക്കുക. വചനം കേൾക്കുമ്പോൾ അവിടെ ദൈവത്തിന് തീ പകരും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഒഴുകും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളിലേക്ക് പകരും. ഒരാളിൽ നിന്ന് മറ്റേ ആളിലേക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. ഒരാളിൽ നിന്ന് മറ്റേ ആളിലേക്ക് പകർന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തീ ഒരാളിൽ നിന്ന് മറ്റേ ആളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഹൃദയം ചലിക്കാൻ തുടങ്ങും. ഉള്ളിൽ ചലിക്കും. നിങ്ങളുടെ ഹൃദയം കത്തും. ദൈവത്തിന് സ്തോത്രം. അന്ന് യോഹന്നാൻ ശ്ലീഹ പത്മോസിലായിരുന്നു. ആത്മാവിൽ വിവശനായി ദൈവത്തിന് വചനം കേട്ടു. അടുത്തെന്താണ്? കേട്ടപ്പോൾ എന്തുണ്ടായി? എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. സ്തോത്രം. കേട്ടപ്പോൾ തിരിഞ്ഞു. മറക്കല്ലേ, കേട്ടപ്പോൾ തിരിയണം. വചനം കേട്ടോ, തിരിഞ്ഞു കൊള്ളണം. പിന്നെ താമസിക്കരുത്, അപ്പോൾ തന്നെ തിരിഞ്ഞു കൊള്ളണം. വചനം കേട്ടു. വചനം ജീവനുള്ള ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ദൈവത്തിന് വചനം കേട്ടു, തിരിയണം. മനം തിരിയുക, ഹൃദയം തിരിയുക, മനസ്സിൽ പരിവർത്തനം വരിക, സ്വഭാവം തിരിയുക, മാറുക. ഏതെല്ലാം ചീത്ത വഴികളിലൂടെ നടന്നു വരാണ് നാം. ഓർത്ത് നോക്കൂ. എന്ത് കോപിഷ്ഠരായിരുന്നു നമ്മൾ, എന്ത് വാശി പിടിക്കുന്നവരായിരുന്നു നമ്മൾ. ഇല്ലേ, നിസ്സാര കാര്യങ്ങൾക്ക് വാശി പിടിച്ചിട്ടില്ലേ? എത്രയോ ദിവസങ്ങൾ വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ വാശി പിടിച്ച് വീട്ടിൽ കയറാതിരുന്നിട്ടുണ്ട്. എത്രയോ ദിവസങ്ങൾ വാശി പിടിച്ച് ഭാര്യയോട് മിണ്ടാതിരുന്നിട്ടുണ്ട്, അല്ല ഭർത്താവിനോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. ഇഷ്ടക്കുറവും മുഷിച്ചിലൊക്കെ ആയിരുന്നില്ലേ നമ്മുടെ സ്വത്ത്, അല്ലേ? ഓർത്തു നോക്കൂ. എന്തെല്ലാം അരുതാത്ത വഴികളിലൂടെ നടന്നു. ചിന്തിച്ച് നോക്കൂ. ഇവിടെയെല്ലാം പോയി, ആരോടെല്ലാം മിണ്ടി, ആരുടെയെല്ലാം അടുക്കൽ നിന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എൻ്റെ കർത്താവേ, ഓർത്തു നോക്കൂ. അപ്പോഴാണ് നമ്മുടെ ഹൃദയം വിറയ്ക്കുന്നത്. എൻ്റെ കർത്താവേ, എല്ലാം നീ കണ്ടല്ലോ, തിരുസന്നിധിയിലെല്ലാം എഴുതി വച്ചിരിക്കുന്നല്ലോ, നീ അറിയാതെ ഒന്നും ഇല്ലല്ലോ. എല്ലാം തിരുസന്നിധിയിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. എബ്രായർ 4:12. എല്ലാം തിരുസന്നിധിയിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. 4:12-13. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എല്ലാം നാം ഒരാളോട് സംസാരിക്കുന്നത്, അവിടെ എന്തെങ്കിലും അപാകത വന്നെങ്കിൽ, അല്ല അവിടെ നാം യോഗ്യമായിട്ടാണോ സംസാരിച്ചത്, എല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം എല്ലാം കാണുന്നു. വെളിപ്പാട് 2:23 വായിക്കൂ. വെളിപ്പാട് 2:23. നിത്യനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. എല്ലാം ചിന്തകൾ പോലും നോക്കുന്നു. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. എല്ലാം ആരായുന്നു, എല്ലാം അന്വേഷിക്കുന്നു. ഹൃദയത്തെ ആരായുന്നു. ഉൾപ്പുകൾ, മനസ്സിൻ്റെ ഉൾത്തടങ്ങളിലുള്ളതായ കാര്യങ്ങൾ എല്ലാം അറിയുന്നു. ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. സങ്കീർത്തനം 7:9. 7-ാം സങ്കീർത്തനം 9-ാം വാക്യം. ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാനൊരവസരത്തിൽ ഈ വാക്യം വായിച്ച് ഞെട്ടി വിറച്ചുപോയി. സാധാരണ ദിവസം വായിക്കാറുണ്ട്, ഇതൊന്ന് അങ്ങനെ അങ്ങ് ഓടിച്ച് വായിച്ചു പോകാറുണ്ട്. ഒരു ദിവസം ഭാഗ്യവശാൽ ഈ വാക്യം വായിച്ചപ്പോൾ മനസ്സവിടെ തറഞ്ഞു. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എൻ്റെ ചിന്തകൾ കർത്താവ് കാണുന്നു. എൻ്റെ നിരൂപണങ്ങൾ കർത്താവ് കാണുന്നു. എൻ്റെ ഉദ്ദേശങ്ങൾ കർത്താവ് കാണുന്നു. എൻ്റെ ലാക്കുകൾ കർത്താവ് കാണുന്നു. എൻ്റെ മനോരാജ്യങ്ങൾ കർത്താവ് കാണുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ നിരൂപണങ്ങളെല്ലാം കർത്താവ് കാണുന്നു. കർത്താവ് അറിയാതെ ഒന്നുമില്ല. ചിന്തകളെ, നിരൂപണങ്ങളെല്ലാം കർത്താവ് കാണുന്നു. എൻ്റെ കർത്താവേ, ഇതിനെല്ലാം എന്നോട് നീ പ്രതികാരം ചെയ്താൽ ഞാൻ ഇവിടെ നിൽക്കും. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ, ആര് നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. 6-ാം സങ്കീർത്തനം. യഹോവേ, നിന്നെ ഭയപ്പെടുവാൻ തക്കണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. എൻ്റെ അകൃത്യങ്ങളെ നീ ഓർമ്മ വെച്ചാൽ കർത്താവേ, ആര് നിലനിൽക്കും? അകൃത്യങ്ങൾ ദൈവം ഓർമ്മ വെച്ചാൽ ആര് നിലനിൽക്കും?
ഭാഗ്യവശാൽ കർത്താവ് ഇതെല്ലാം നമുക്ക് ഓർമ്മ തന്ന്, ഈ പാവങ്ങളെക്കുറിച്ച് ഓർമ്മ തന്ന് അതെല്ലാം കർത്താവ് സൗജന്യമായി കഴുകിത്തരുന്നു. ഓരോ പ്രാവശ്യവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചന ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കറകൾ കർത്താവ് കഴുകി മാറ്റുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് നിങ്ങളെ കഴുകുകയാണ്. ആ വാത്സല്യത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് നിങ്ങളെ കഴുകുകയാണ്. സ്നേഹവാനായ ദൈവം നിങ്ങളുടെ ചിന്തകളെ കഴുകിയെടുക്കുകയാണ്, ഹൃദയത്തെ കഴുകിയെടുക്കുകയാണ്, നിങ്ങളുടെ മനസ്സിനെ കഴുകിയെടുക്കുകയാണ്, ബോധമണ്ഡലത്തെ കഴുകി തരികയാണ്. കർത്താവേ, ഒരവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. എങ്ങനെയായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴാണ്, കർത്താവേ, എൻ്റെ തലച്ചോറിനെ മുഴുവൻ തിരുരക്തത്താൽ പൊതിയണമേ എന്ന് പറഞ്ഞാൽ ചിന്തയൊന്നും, അരുതാത്ത ചിന്തയും കൂടെ കടക്കാതെ കൊണ്ട് തിരുരക്തത്താൽ പൊതിയണമേ. തലച്ചോറ് മുഴുവൻ, എൻ്റെ ഇൻ്റലക്റ്റ് മുഴുവൻ എൻ്റെ കർത്താവേ നിൻ്റെ തിരുരക്തത്താൽ പൊതിയണമേ, കവർ ചെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇതേ പ്രാർത്ഥനയാവണമെന്നില്ല. നിങ്ങൾ ദാഹിക്കണം. എൻ്റെ കർത്താവേ, എന്നെ മുഴുവനായി നിൻ്റേതാക്കി മാറ്റണമേ. എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവ് മുഴുവനായി എന്നെ കീഴടക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ മുഴുവനായി ആകണമേ. ഒരു കാരണവശാലും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് എൻ്റെ മനസ്സ് ചായരുതേ, ലോക കാര്യങ്ങളിലേക്ക് എൻ്റെ ഹൃദയം പോകരുതേ. കർത്താവേ, ഒരു കാരണവശാലും പാപത്തിൻ്റെ കണിക എൻ്റെ ജീവിതത്തിൽ വരാതെ നീ എന്നെ കാത്ത് രക്ഷിച്ചുകൊള്ളണമേ. ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, ദുഷ്ടങ്ങൾ നിങ്ങൾ രക്ഷിക്കണമേ, പരീക്ഷയിൽ എന്നെ പ്രവേശിപ്പിക്കരുതേ എന്നും പ്രാർത്ഥിക്കുന്നതല്ലേ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയും, കർത്താവേ, ദുഷ്ടങ്കിൽ നിന്നെ വിടുവിക്കണമേ, പരീക്ഷയിൽ പ്രവേശിക്കാതെ എന്നെ കാക്കണമേ, പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളണമേ. കർത്തൃപ്രാർത്ഥനയിലുള്ളതാണ്. പക്ഷേ നാം അത് എടുത്തു പ്രാർത്ഥിക്കണം. കർത്താവേ, ദുഷ്ടശക്തി എന്നെ ചുറ്റും നിൽക്കുന്നു, എന്നെ വീഴിക്കാൻ പിശാച് വരുന്നു, എന്നെ തകർക്കാൻ പിശാച് വരുന്നു, നിത്യ സൗഭാഗ്യം നഷ്ടപ്പെടുത്താൻ പിശാച് വരുന്നു, എനിക്ക് സ്വർഗത്തിൻ്റെ നിത്യ സൗഭാഗ്യം നഷ്ടപ്പെടുത്താൻ പിശാച് പല കണികൾ വെച്ചുകൊണ്ട് വരുന്നു. കർത്താവേ, അവൻ്റെ ചൂണ്ടയിൽ കൊത്താതെ നീ എന്നെ കാത്തുകൊള്ളണമേ. അവൻ ചൂണ്ടയിട്ട് എന്നെ പിടിക്കാൻ വരികയാണ്. ആ ചൂണ്ടയിൽ ഞാൻ കൊത്താതെ കർത്താവേ നീ എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മാനുഷികമായ സ്വഭാവം കൊണ്ട് ഒരുപക്ഷേ ഞാൻ ചൂണ്ടയിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടു പോകുമോ, പ്രലോഭനങ്ങളുടെ മുന്നിൽ ഞാൻ തളർന്നു പോകുമോ? ഇല്ല കർത്താവേ, ഞാൻ മനസ്സറിഞ്ഞ് തളരുകയില്ല. നാഥാ, നീ എന്നെ കാത്തുകൊള്ളണമേ, പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കല്ലേ, ദുഷ്ടനിൽ നിന്ന് നീ എന്നെ വിടുവിക്കണമേ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ചില തീരുമാനങ്ങളോട് നിൽക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. സ്തോത്രം. കാഹളത്തിനകത്ത് മഹാനാദം കേട്ടു, അപ്പോൾ തിരിയണം. കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളും തിരിയണം. എന്തെല്ലാമാണ് വന്നത്? പണം അപഹരിച്ചിട്ടുണ്ടാകും, കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകും. എവിടെ കൊണ്ട് തീർക്കും നിങ്ങൾ? കൈക്കൂലി വാങ്ങിയിട്ടില്ലേ? പല കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ നിങ്ങൾ പൈസ ആവശ്യപ്പെട്ടില്ലേ? മദ്യം കൈക്കൂലി വാങ്ങിയവരില്ലേ? സഹോദരങ്ങളെ ക്ഷമിക്കണം, മദ്യം കൈക്കൂലി വാങ്ങിയവരില്ലേ? അതല്ല, അതിനപ്പുറം ചില വേണ്ടാതിനങ്ങൾക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തവരില്ലേ? നിങ്ങൾ ചില സൗകര്യങ്ങൾ കിട്ടിയതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങൾ സാധിച്ചു കൊടുത്തവരില്ലേ? എല്ലാം അപായകരം, അപകടകരം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു 10 പൈസയിൽ ക്രമക്കേട് വരരുത്, ഉറപ്പായിരിക്കണം. ഒരു കാരണവശാലും അന്യൻ്റെ സമ്പത്ത് അവനറിയാതെ നാം സമ്പാദിക്കരുത്, നമ്മുടെ കയ്യിൽ വരരുത്. അത് നമുക്ക് ദോഷമാണ്, അത് നമുക്ക് വിഷമാണ്, അത് നമ്മിൽ നിന്ന് വിട്ടുപോകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, നമുക്ക് തിരുത്താൻ വല്ലതുകൊണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കണം. ഒട്ടും സംശയിക്കേണ്ട, തിരുത്തിക്കൊള്ളൂ. എന്തുകൊണ്ട് ആത്മാവിൽ ബന്ധനം അഴിയണം. ആത്മാവിൽ ബന്ധനം അഴിയണം. എൻ്റെ കർത്താവേ, ബന്ധനം കഴിയുന്നതൊരു ഭാഗ്യമാണ്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധനങ്ങൾ ബാക്കി നിൽപ്പുണ്ടോ? ഏതെങ്കിലും ബന്ധനങ്ങൾ, സഹോദരങ്ങളെ, ഏതെങ്കിലും ബന്ധനങ്ങൾ, പൈസയുടെ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും പാവത്തിന് ബന്ധനങ്ങളുണ്ടോ? തിരിഞ്ഞുകൊള്ളൂ. ശബ്ദം കേട്ടു, വേഗം തിരിയൂ. ദൈവത്തിൻ്റെ വചനം കേട്ടു, വേഗം തിരിയൂ. അധ്യാപകരെ കളിയാക്കിയവരുണ്ടോ? അധ്യാപകരെ പരിഹസിച്ചവരുണ്ടോ? അധ്യാപകരെ പരിഹസിച്ച് അവരെ ഹാസ്യമായി അനുകരിച്ചിട്ടുണ്ടോ? ഹാസ്യമായി അനുകരിക്കുന്നു. അവർ പറയുന്നത് പോലെയോ അവർ നടക്കുന്നത് പോലെയോ അവർ എന്തെങ്കിലും ചെയ്യുന്നത് പോലെയോ ഒക്കെ ചെയ്ത് ഹാസ്യമായി അനുകരിക്കുന്നു. എല്ലാം തെറ്റാണ് മക്കളെ, തെറ്റാണ്. അതെല്ലാം വേഗം ഓർത്ത് വേഗം അനുദപിച്ചു കൊള്ളുക. ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തുപെടട്ടെ. പ്രിയപ്പെട്ടവരെ, തിരിയണം. ശബ്ദം കേട്ടാൽ തിരിയണം. മന്ത്രവാദം ചെയ്തവരില്ലേ? ആഭിചാരങ്ങൾ ചെയ്തവരില്ലേ? ലക്ഷണം നോക്കിയവരില്ലേ? എല്ലാം പാപമാണ്. പിശാചിനെ ക്ഷണിച്ചു വരുത്തിയ കാര്യങ്ങളാണ്. ദുഷ്ടപിശാചികളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഇരുത്തിയതാണ്. സ്വന്തം വീട്ടിൽ ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ നടത്തിയിട്ടില്ലേ? ലക്ഷണം നോക്കാൻ പോയിട്ടില്ലേ? മഷിയിട്ട് നോക്കാൻ പോയിട്ടില്ലേ? ഇല്ലേ? ചിന്തിച്ച് നോക്കൂ. ഈ ബന്ധനങ്ങളിൽ എന്നഴിയാനാണ്? എല്ലാം അഴിയാൻ നിങ്ങൾ കരഞ്ഞുകൊള്ളുക. കർത്താവേ, ബന്ധനങ്ങളേറെ, ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധനങ്ങളേറെ. എൻ്റെ കർത്താവേ, ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങളുടെ ബന്ധനങ്ങളേറെ, അബദ്ധജടിലമായ ആചാരങ്ങളിലും അവിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും പെട്ട് നട്ടം തിരിഞ്ഞ കാലങ്ങളേറെ.
അനേകം പേര് ഇങ്ങനെയുള്ള പാപത്തിൽ വീണ് കിടക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾ, അബദ്ധജടിലമായ വിശ്വാസ ആചാരങ്ങൾ, ദുരാചാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം വേണം. ബന്ധനം അഴിയണം, തിരിയണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കേൾക്കുമ്പോൾ തിരിയാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നവർ ഇപ്പോൾ മനസ്സിൽ കണക്ക് കൂട്ടും. നിങ്ങൾക്ക് ചിലരോട് പിണക്കമുണ്ട്, അവരോട് നിങ്ങൾ പോയി മാപ്പ് ചോദിക്കും. നിങ്ങൾ തീരുമാനിക്കുകയാണ്. ചിലരോട് നിങ്ങൾക്ക് നല്ല അകൽച്ചയുണ്ട്, പോയി മാപ്പ് ചോദിക്കും. അല്ല, സ്വന്തം വീട്ടിൽ തന്നെ ഭാര്യയോട് മിണ്ടിയിട്ടുള്ള നാളുകളായി, അവളെ ഉപേക്ഷിച്ചാലോ എന്നൊക്കെ തോന്നുകയാണ്. എൻ്റെ മോനെ, അങ്ങനെ ചിന്തിക്കല്ലേ. നീ ഇണങ്ങുക, വേഗം നിൻ്റെ ഭാര്യയോട് നീ ഇണങ്ങുക. ഭർത്താവിനോട് ഗർവായിട്ട് ഇരുന്നിട്ട് കുറേ നാളുകളായി, ഇഷ്ടക്കേട്ട് മുഷ്ടിലുമായിട്ട് കുറേ നാളുകളായി. എന്തോ ചില പരിഭവങ്ങളും പരാതികളും ഉള്ളിലുണ്ട്. എല്ലാം മറന്നു കളയുക, ക്ഷമിച്ച് കളയുക. ഭർത്താവ് ഒരു പക്ഷേ തെറ്റ് ചെയ്തായിരിക്കും, ക്ഷമിക്കൂ. ചെന്ന് ഐക്യമാകുക, സ്നേഹമാകുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അയൽപക്കത്ത് ആരോടെങ്കിലും നിങ്ങൾക്ക് ഈർഷ്യയുണ്ടോ? ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരോടെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം നിരപ്പായിക്കൊള്ളൂ. ഒന്നും ബാക്കി വയ്ക്കേണ്ട, ഒന്നും ബാക്കി നിർത്തണ്ട. ഉള്ളിൽ നിന്നെല്ലാം കഴുകുക. സ്തോത്രം. സഹോദരങ്ങളെ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. നാം ഒത്തൊരുമിച്ച് വസിക്കേണ്ടവരാണ്. ഒരമ്മയുടെ മക്കളായി, ഒരപ്പൻ്റെ മക്കളായി നിൽക്കേണ്ടവരാണ്. സ്വർഗത്തെ നിത്യനായ ദൈവത്തിൻ്റെ മക്കളായി നിൽക്കേണ്ടവരാണ്. സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളായി നിൽക്കേണ്ടവരാണ്. സ്വർഗീയ തറവാട്ടിലെ അംഗങ്ങളായി നിൽക്കേണ്ടവരാണ്. കാൽവറി തറവാട് എന്നെല്ലാം പറയാറില്ലേ? ഗോകുൽത്താ കുടുംബം എന്ന് പറയാറില്ലേ? നാം സ്വർഗീയ തറവാട്ടിലെ അംഗങ്ങളാണ്. നിത്യനായ ക്രിസ്തുവാണ് നമ്മുടെ ഇടയൻ, അവനാണ് നമ്മുടെ നായകൻ. നാമോ അവൻ്റെ പിന്നാലെ പോകുന്ന കുഞ്ഞാടുകൾ മാത്രം. അവൻ്റെ പിന്നാലെ, ഇടയൻ്റെ പിന്നാലെ പോകുന്ന ആടുകൾ മാത്രം. നമുക്ക് വലിപ്പ ചെറുപ്പമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. നമുക്കാർക്കും വലിപ്പ ചെറുപ്പമില്ല. വചനം പറയുന്നതിനും വചനം കേൾക്കുന്നതിനും വലിപ്പ ചെറുപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം എങ്ങനെയാണ് ഓരോരുത്തരെയും കാണുന്നത്? ഞാൻ ഭയത്തോടെ പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം എന്നെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ കർത്താവേ, നിത്യനായ ദൈവം എന്നെ കാണുമ്പോൾ അവിടുന്ന് വ്യസനിക്കാനിട വരുന്നുണ്ടോ? അവിടുന്ന് എൻ്റെ ഹൃദയം കാണുമ്പോൾ അവിടെ ദുഃഖിക്കാനിട വരുന്നുണ്ടോ? എങ്കിൽ എൻ്റെ ജീവിതം പാഴായിപ്പോയില്ലേ? ഞാൻ ഇത്രയും കാലം ദൈവത്തിൻ്റെ വേല ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇത്രയും കാലം ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്തു പറഞ്ഞിട്ട് ഞാൻ പുറത്ത് നിൽക്കേണ്ടി വന്നാൽ എത്രയോ ഭയാനകമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. ഈ വാക്കുകൾ എന്നെ ന്യായം വിധിക്കുമല്ലോ. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനം തിരിഞ്ഞുകൊള്ളൂ. വീട്ടിൽ ഐക്യമായിക്കൊള്ളൂ, വീട്ടിൽ സ്നേഹമായിക്കൊള്ളൂ, ആരോടും പിണക്കമില്ലാതെ ആയിക്കൊള്ളൂ. ആർക്കും കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ പോയി വേഗം ചെന്ന് പറയൂ, അയ്യോ ഇനി കൊടുത്തു തീർക്കാനുള്ളത് ഞാൻ തന്നുകൊള്ളാം, പെട്ടെന്ന് തന്നുകൊള്ളാം, ക്ഷമിക്കണേ, ഇനി എത്രയും വേഗം തന്നുകൊള്ളാം, ഇപ്പോൾ തരാൻ കൈവശം ഇല്ലല്ലോ, എന്നോട് ക്ഷമിക്കണേ പറഞ്ഞുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. വല്ല അരുതാത്ത ബന്ധങ്ങളുണ്ടോ? ഒക്കെ കട്ട് ചെയ്തുകൊള്ളുക. പ്രേമബന്ധങ്ങളുണ്ടോ? എല്ലാം കട്ട് ചെയ്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അരുതാത്ത പ്രണയബന്ധങ്ങളുണ്ടോ? മോളെ, എല്ലാം കട്ട് ചെയ്തുകൊള്ളുക. എല്ലാം മുഴുവനായിട്ട് മുറിച്ച് കളയുക. ഇതെല്ലാം നിന്നെ ആപത്തിലേക്ക് നയിക്കും, അനർത്ഥത്തിലേക്ക് നയിക്കും. ഒരുപക്ഷേ നീ അറിയില്ല, അത് കൊലപാതകത്തിലേക്കോ അല്ല ചില അക്രമങ്ങളിലേക്കോ അല്ല ഏതെങ്കിലും വലിയ അപകടങ്ങളിലേക്കോ അതുമല്ല ചില ആത്മഹത്യകളിലേക്കോ നയിക്കുമെന്ന് ആരറിഞ്ഞു? അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിവേഗം എല്ലാം കട്ട് ചെയ്തുകൊള്ളുക, എല്ലാം വേഗം മുറിച്ചുകൊള്ളുക. ബന്ധനങ്ങൾ മുറിക്കാൻ ക്രിസ്തുവിന് കഴിയും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എന്തെല്ലാമാണ് ബന്ധനങ്ങൾ? എൻ്റെ കർത്താവേ, അരുതാത്ത എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. തിരിയണം. വചനം കേട്ടു, തിരിഞ്ഞു. അപ്പോസ്തലനായ യോഹന്നാനും വചനം കേട്ടു. കാഹളത്തിൻ്റെ മഹാനാദം പറയിൽ കേട്ടു. അവൻ തിരിഞ്ഞു. കേട്ടപ്പോൾ തിരിഞ്ഞു. നമുക്കൊന്നുകൂടെ വായിക്കാം, 10-ാം വാക്യം മുതൽ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫ്യ, ലവോദീക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദമെൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്താ എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. സംസാരിച്ച നാദം എന്ന് കേൾപ്പാൻ തിരിഞ്ഞു. ശുശ്രൂഷയിപ്പിക്കുകയാണ്, ശുശ്രൂഷ പരിമേൽപ്പിക്കുകയാണ്. തിരിയണം. തിരിയാതെ ശുശ്രൂഷ കിട്ടുകയില്ല കേട്ടോ. തിരിയാതെ ശുശ്രൂഷ കിട്ടുകയില്ല. ശരിക്കും തിരിഞ്ഞാലേ ശുശ്രൂഷ ഏൽപ്പിക്കുകയുള്ളൂ. ദൈവത്തിന് നിന്നെ ഒരു വിശ്വാസം വരണ്ടേ? കർത്താവിൻ്റെ ഈ നിധി സൂക്ഷിക്കാൻ നീ ശക്തനാണെന്ന്, നീ അതിനെ കരുത്ത് നിനക്കുണ്ടെന്ന് ദൈവത്തിന് ബോധ്യം വരണ്ടേ? കർത്താവ് തന്നെ നിക്ഷേപം നിൻ്റെ കയ്യിലേക്ക് തന്നാൽ അത് നീ പരിപാവനമായി കരുതുമെന്ന് നിന്നെക്കുറിച്ച് കർത്താവിൻ്റെ ബോധ്യം വരണ്ടേ? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ഒരു സ്വർണ്ണ കുംഭം നിൻ്റെ കയ്യിലേക്ക് തരികയാണ്. നീ അത് പരിപാവനമായി സൂക്ഷിക്കും, അത് കേടുവരാതെ സൂക്ഷിക്കും എന്ന് കർത്താവിൻ്റെ ഉറപ്പ് കിട്ടണ്ടേ? കർത്താവിന് നിന്നെ വിശ്വാസം വരണ്ടേ? ദൈവത്തിന് സ്തോത്രം. നീ അത് തൂവിക്കളയുമോ ഇല്ലയോ? കിട്ടുന്നത് നിധിയല്ലേ, നീ തൂവിക്കളയുമോ ആർക്കറിയാം? വിശ്വസ്തയില്ലാതെ കൈകാര്യം ചെയ്യുമോ ആർക്കറിയാം? അതുകൊണ്ട് കർത്താവ് നോക്കും, നീ തിരിയുന്നുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരുന്നുണ്ടോ. ഇല്ലെങ്കിൽ ശുശ്രൂഷ തരികയില്ല. ദൈവത്തിന് സ്തോത്രം. തിരിയുക, അതിവേഗം തിരിയുക. സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ തിരിഞ്ഞു.
എന്നോട് പറഞ്ഞ ശബ്ദം എന്ത് കേൾക്കാൻ ഞാൻ തിരിഞ്ഞു. എന്നോട് സംസാരിച്ച നാദം എന്തായെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ നമുക്ക് തിരിയാം. നമുക്ക് കർത്താവിലേക്ക് തിരിയാം. കർത്താവിനോട് ചില വാക്കുകൾ പറയാം. കർത്താവേ, ഒട്ടേറെ ബന്ധനങ്ങളുണ്ട്. കർത്താവേ, തിരിയേണ്ട കാര്യങ്ങൾ ഏറെ ഉണ്ട്. ശാപങ്ങൾ വലുത് സംഭവിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ എന്ന് അനുഭവിക്കുന്ന കർത്താവേ, ഞാൻ കുറ്റബോധത്തോടെ തിരുമ്പാകെ വരുന്നു. ഞാൻ പാവബോധത്തോടെ തിരുമ്പാകെ വരുന്നു. തെറ്റുപറ്റി എന്നുള്ള ബോധത്തോടെ ഞാൻ തിരുമ്പാകെ വരുന്നു. എനിക്ക് ന്യായം പറയാനൊന്നുമില്ല കർത്താവേ, ന്യായം പറയാനൊന്നുമില്ല. ഏറ്റവും വിലപ്പെട്ട നിധി എനിക്ക് കിട്ടിയതാണ്. ഏറ്റവും വിലപ്പെട്ട വചനം നീ എനിക്ക് തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് മനം തിരിയാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ചില കാര്യങ്ങൾ ചിന്തിച്ചു. പണ്ടുണ്ടായ ആത്മീയ അനുഭവങ്ങൾ, മാനസാന്തരപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നതായ ആത്മാവിൻ്റെ വീര്യങ്ങൾ, ആത്മാവിൻ്റെ ലഹരികൾ, അന്ന് ഓടിക്കിടന്ന കാലങ്ങൾ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, പണ്ടത്തെ പോലെ നല്ല കാലം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. ആത്മാവിൻ്റെ വിവശത വന്ന കാലങ്ങൾ, ആത്മനിറവ് വന്ന കാലങ്ങൾ, ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച കാലങ്ങൾ, അന്ന് ഈ ഭൂവിലെല്ലാം തോന്നുമാറി ഞാൻ ജീവിച്ച കാലങ്ങൾ. എൻ്റെ കർത്താവിന് സ്തോത്രം. ഇന്ന് ഞാൻ എൻ്റെ കർത്താവെ, എനിക്ക് പഴയ കാലങ്ങൾ മടക്കി തരണമേ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് താഴാം, ഇപ്പോൾ നിങ്ങൾക്ക് യാചിക്കാം, ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം, ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. കർത്താവെ, മനം തിരിയണം, ഞാൻ ഇതാ വരുന്നു, അതാ എങ്കിലേക്ക് നീ തിരിയണമേ. കർത്താവെ, ഞാൻ മനം തിരിഞ്ഞെങ്കിലേക്ക് വരുന്നു, എന്നോട് മനസ്സിലിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വമേറിയ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ പ്രിയമക്കളെ അവിടെ നിന്ന് ആശീർവദിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരുടെ മേലും തൃക്കരം ഉയർത്തണമേ കർത്താവേ. വിശ്വസിക്കുന്നവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ കർത്താവേ. അതാ തീരുമാനമെടുത്തവരുടെ മേൽ തൃക്കരം വെച്ച് മുദ്ര അണിയിക്കണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.